ഇപ്പോൾ വീണ ജോർജ് സ്വകാര്യ മേഖലയിലെ ആശുപത്രിയുടെ സൗകര്യങ്ങളെ വെല്ലുന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോന്നിപ്പോ ഈ കാലഘട്ടത്തിലാണ് വയനാട് നമുക്ക് കാത്ത് ലാബ് ആരംഭിക്കാൻ കഴിഞ്ഞത്. കാർഡിയോളജി ആരംഭിച്ചു, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, DMEയിൽ നിന്ന് അവിടെ കാളെ വിട്ടു, DHSൽ നിന്ന് നമുക്ക് പോസ്റ്റ് ക്രിയേഷൻ അവിടെ സാധ്യമാകുന്നു. അപ്പോൾ ആ നിലയിൽ നല്ല നിലയിൽ ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ എക്കോ ചെയ്യുന്നുണ്ട്. ഇവിടെ ആഴ്ചയിൽ 120ഓളം ആണ് നമുക്ക് വരുന്ന, 170 ഒരു മാസം 170 ടോട്ടൽ ഇവിടെ ചെയ്യുന്ന എക്കോ. ഒരു താലൂക്ക് ആശുപത്രിയിലാണ് എന്നുള്ളത് നാം ആലോചിക്കണം. അപ്പൊ അതാണ് ജനങ്ങളുടെ സന്തോഷം. ഇവിടെ നോക്കൂ, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് ഇവിടെ നിൽക്കുന്നത്. ജനങ്ങൾ ആ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നു, ആരോഗ്യ പ്രവർത്തകർ അവരുടെ സന്തോഷം പ്രകടമാക്കുന്നു. അപ്പോൾ ഇനി ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ മെഡിക്കൽ കോളേജ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. നാഷണൽ മെഡിക്കൽ കമ്മീഷന് നവംബർ ഇത്രാം തീയതിക്ക് മുൻപ് സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു. അപ്പൊ അതെല്ലാ കാര്യങ്ങളും സമർപ്പിച്ചു. അതിനൊരു ഫീസ് അടച്ചുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആ അപേക്ഷ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് വയനാടിൽ നമ്മൾ നഴ്സിംഗ് കോളേജ്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ അവിടെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പണി പൂർത്തിയായി അവിടെ ഫംഗ്ഷനിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് നമ്മൾ നടത്തുന്നത്. അതുകൂടാതെ നൂൽപ്പുഴയിൽ സിക്കിൾ സെൽ രോഗികളുടെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ പോകുന്നത് സിക്കിൾ സെൽ പേഷ്യൻസിന് സംസ്ഥാനത്ത് നമ്മളൊരു കാർഡ് നൽകുകയാണ്, ID കാർഡ്. ഇപ്പൊ കുറച്ച് ഇവിടെ ഇപ്പൊ പോയിന്റ് ഓഫ് കെയർ എല്ലാ സൗകര്യങ്ങളും ജില്ലയിൽ തന്നെ ഒരുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. സിക്കിൾ സെൽ പേഷ്യന്റ് ആയിരിക്കുന്ന ആൾക്ക് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു. അത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണ്. ആ ടീമിനെ സർക്കാർ മെഡിക്കൽ കോളേജിലെ നമ്മുടെ ടീമിനെ കൂടി ഇതിന്റെ ഭാഗമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് സ്ഥലത്തിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, ബോയ്സ് ടൗണിൽ നമ്മുടെ സ്ഥലം. അതെ, അത് എന്താ, ഏതിന്റെ പൊസിഷൻ എന്താണ്? സുപ്രീം കോടതിയിൽ കേസാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ അക്കാഡമിക് ബ്ലോക്ക് സ്ഥാപിക്കുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതില് ഹൈക്കോടതി ഒരു ടെക്നിക്കൽ കാര്യമാണ് പറഞ്ഞത്. ഈ ലാൻഡ് ഈ നിലയിൽ ഏറ്റെടുക്കുക. അപ്പൊ അതിലൊരു പ്രൊസീജിയറിലൊരു, അതായത് ആ നടപടിക്രമങ്ങളിൽ വന്ന ഒരു പ്രശ്നത്തെയാണ് ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതില് ആരോഗ്യവകുപ്പ് കക്ഷിയല്ല, പക്ഷെ ബഹുമാനപ്പെട്ട CMന്റെ മീറ്റിംഗിലും അതോടൊപ്പം റവന്യൂ മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗിലും ഒക്കെ ബഹുമാനപ്പെട്ട CM തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ആ ഒരു പ്രൊസീജിയറൽ എററിന്റെ പ്രശ്നം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത്, കിഫ്ബിയിലൂടെയാണല്ലോ നമ്മൾ അതിൽ പണം അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ ഏജൻസിയൊക്കെ നിശ്ചയിച്ച് DPR ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഇത് അനുവാദം കിട്ടിയാൽ ഉടനെ നമുക്ക് സോയിൽ ടെസ്റ്റ് നടത്തി അതിന്റെ മറ്റ് അംഗീകരിക്കപ്പെടുന്ന സാങ്കേതിക അനുമതികൾക്കുള്ള നടപടികളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അല്ല, എല്ലാ ഓരോ വിഷയം അഡ്രസ് ചെയ്ത് തന്നെ പോകും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അവിടെ സാധ്യം, ഇപ്പോൾ 10 കോടി രൂപ മെഡിക്കൽ കൗൺസിൽ തന്നെ ഇപ്പോൾ അവിടെ കൊടുത്തത് ഇപ്പോൾ നമുക്കിപ്പം മറ്റ് ഒരു സഹായം കിട്ടുന്നില്ലല്ലോ. ഞാനിപ്പോൾ കേന്ദ്രത്തോട് നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു, ഇപ്പോഴും ആവശ്യപ്പെടുന്നത് വയനാടും കാസർഗോഡുമാണ് നമുക്കിനി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ളത്. പാലക്കാട് SC/ST ഡിപ്പാർട്ട്മെന്റിന്റെയാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ മറ്റ് 13 മറ്റ് 11 നമുക്ക് മെഡിക്കൽ കോളേജുകൾ സാധ്യമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആയത് പത്തനംതിട്ടയും ഇടുക്കിയുമാണ്. ഇനി നമുക്ക് മെഡിക്കൽ കോളേജുകൾ MBBS പഠനം, മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ടുള്ളത് വയനാടും കാസർഗോഡുമാണ്. അപ്പോൾ അതിനുള്ള ധനസഹായം രാജ്യത്തുടനീളം മെഡിക്കൽ കോളേജുകൾ കൊടുക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് ആണ് വയനാട്. അതുപോലെ കാസർഗോഡ് ജില്ല എൻഡോസൾഫാൻ ഇരകളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുള്ള ജില്ലയാണ് കാസർഗോഡ്. അപ്പൊ അതുകൊണ്ട് ഈ 2 ജില്ലകൾക്ക് ഒരു ധനസഹായം കൂടി നൽകണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം വീണ്ടും അപേക്ഷിക്കുകയാണ്. അതുകൂടാതെ സംസ്ഥാനം മെഡിക്കൽ കൌൺസിൽ 10 കോടി രൂപ നൽകിയിട്ടുണ്ട് വയനാടിന് വേണ്ടിയിട്ട്. ആ 10 കോടി രൂപയിൽ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുകയാണ്. അതുകൂടാതെ ഫണ്ട് കണ്ടെത്തി ഇപ്പോൾ ഈ അവിടെ ന്യൂറോ സർജറിയും തൊറാസിക് സർജറിയും നമുക്ക് ആരംഭിക്കേണ്ടത്. അതാണ് നമുക്ക് ഇനിയുള്ളത്. ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റികളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വയനാട് ജില്ലയെ ഇതിൽ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റെപ്സ് ഓരോന്നും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അടുത്ത നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള ലക്ഷ്യം വയനാട്ടിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തൊറാസിക് സർജറിയുമായി, ന്യൂറോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതിന് നമുക്ക് OTയും അവിടുത്തെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ വേണ്ടതുണ്ട്. അതിനും ഏകദേശം 10 കോടി രൂപയ്ക്ക് മുകളിലാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത്. ഞാൻ DMEയുടെ ടീമിനെ ഇവിടെ വിട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, റിക്വയർമെന്റ് എന്താണ്, അതോടൊപ്പം DMOയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ നിന്ന്, DMEയുടെ നേതൃത്വത്തിലുള്ള ടീം അവിടെ, അങ്ങനെ അവരൊരു സംയുക്തമായിട്ട് ആവശ്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.